प्यारे बच्चों, आज हमें फ्रांस के राजा नेपोलियन बोनापार्ट के बारे में जानना है। नेपोलियन कौन है? नेपोलियन फ्रांस का पहला सम्राट है। वे फ्रांस ही नहीं बल्कि विश्व के महान युद्ध नायकों में अग्रगण्य स्थान है। उनका जन्म अगस्त 1769 को कोर्सिका द्वीप पर कार्लो बोनापार्ट और लेटिशिया रेमोलिनो के पुत्र के रूप में हुआ था। हमारे पाठ्यपुस्तक में एक एकांकी है, पाठ 8, नेपोलियन और बुढ़िया, पन्ने संख्या 48, पेज नंबर 48। फ्रांस के एक सैनिक स्कूल के पास की छोटी सी दुकान में कुछ फल और खाने की चीज़ें पड़ी है। दुकान की स्वामिनी एक बुढ़िया है, वे बैठी है। सैनिक स्कूल का एक लड़का बुढ़िया से कुछ खरीद रहा है। लड़के की आयु 13 वर्ष की है। उसने सैनिक वस्त्र पहन रखे हैं। देखो बच्चों, फ्रांस के एक सैनिक स्कूल के पास की छोटी सी दुकान मीन्स शॉप। ए स्मॉल ഷോപ്പ് നിയർ എ മിലിറ്ററി സ്കൂൾ ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ സൈനിക സ്കൂളിനടുത്ത്, അതായത് മിലിറ്ററി സ്കൂളിനടുത്തായിട്ട് ഒരു ചെറിയ കടയുണ്ടായിരുന്നു. दुकान में कुछ फल और खाने की चीज़ें पड़ी है. There are some fruits and food items laying in the shop. ആ ഷോപ്പിൽ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ തിന്നുന്നതിന് വേണ്ടിയുള്ള മറ്റു സാധനങ്ങളും ഉണ്ടായിരുന്നു. दुकान की स्वामिनी एक बुढ़िया है, वे बैठी है. स्वामिनी मीन्स मिस्ट्रेस. The owner of the shop is an old lady, she is sitting. അതായത് ഈ ദുക്കാനിലെ, ഈ ഷോപ്പിലെ ഓണർ ഒരു ഓൾഡ് ലേഡിയാണ്. അവരവിടെ കടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സൈനിക സ്കൂൾ കാ ഏക്ക് ലഡ്ക ബുढ़िया से कुछ खरीद रहा है. खरीदना to buy. A boy from army school is buying something from an old lady. ഈ സൈനിക സ്കൂളിൽ, അതായത് ആർമി സ്കൂളിലെ ഒരു പയ്യൻ വന്നിട്ട് ഈ ബുഡിയൻ്റെ അടുത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങുകയാണ്. ലഡ്കയ്ക്ക് ആയു 13 വർഷ की है. The boy is 13 years old. ഈ പയ്യന് എത്ര പ്രായമായിരുന്നു? 13 വർഷം അല്ലേ, 13 വയസ്സായിരുന്നു. ആയു മീൻസ് ഏജ്. उसने സൈനിക വസ്ത്ര പഹൻ രഖേ ഹെ. ഹി ഈസ് വിയറിങ് മിലിറ്ററി ക്ലോത്ത്സ്. അവന് സൈനിക വേഷത്തിലായിരുന്നു, സൈനിക വസ്ത്രത്തിലായിരുന്നു. പഹന്ന എന്ന് പറഞ്ഞാൽ വിയറും, ധരിക്കുക എന്നുള്ള മീനിങ് ആണ്. ഈ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ഫ്രാൻസിലെ ഒരു സൈനിക സ്കൂളിനടുത്തൊരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിൽ കുറച്ച് ഫ്രൂട്ട്സും ഈറ്റബിൾസ് ആയിട്ടുള്ള മറ്റ് സാധനങ്ങളുണ്ടായിരുന്നു. ആ കടയിൽ ഒരു ലേഡി ആയിരുന്നു, പ്രായമായ ഒരു ലേഡി ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് സൈനിക സ്കൂളിലെ ഒരു പയ്യൻ വന്നിട്ട് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി വരികയാണ്. ആ പയ്യന്, ആ ലടുക്കേക്ക് ആയു 13 വർഷിക്കുക. അത് ആ കുട്ടിയുടെ വയസ്സ് 13 വയസ്സായിരുന്നു. അവന് സൈനിക വസ്ത്രത്തിലായിരുന്നു വന്നിട്ടുള്ളത്, സൈനിക വസ്ത്രമായിരുന്നു അവൻ ധരിച്ചിട്ടുള്ളത്. ഇനി ഈ ലടുക്കയും അതുപോലെ തന്നെ ഈ ബുഡിയ, അതായത് ഈ ഓൾഡ് ലേഡിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ. നോക്കൂ, ലടുക്ക എന്താ പറയുന്നത് നോക്കൂ. ലടുക്ക, ദാദി മാം ഈ സന്തരെ കൈസേ ദിയേ ഹേ. സന്തരെ മീൻസ് ഓറഞ്ച്. ദാദിമ ഗ്രാൻഡ്മ. എന്താ പറയുന്നത്? ഗ്രാൻഡ്മ ഹൗ മച്ച് ഫോർ ദ ഓറഞ്ച്. ഓറഞ്ചിൻ്റെ വില ചോദിക്കുകയാണ് ആര്? ഈ പയ്യന്. അപ്പോൾ ബുഡി എന്താ പറയുന്നത്? 4 ഫ്രാങ്ക് കാ ഏക്ക് സന്തര ഹേ ബേട്ട. ഫ്രാങ്ക് മീൻസ് എ കറൻസി. 4 francs for an orange son. लड़का, और यदि दाम कुछ दिन बाद चुकाए जाए तो एक संतरे का क्या मूल्य होगा? मूल्य मीन्स वैल्यू. What would be the price of the orange after few days? പിന്നെ ഈ കുട്ടി എന്താ ചോദിക്കുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഓറഞ്ചിൻ്റെ വില എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബുഡിയ, തും ക്യാ കഹന ചാഹത്തെ ഹോ? മേ സമझी नहीं बेटा. വാട്ട് ആർ യു സെയിങ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സൺ. നീ എന്താ ഈ പറയുന്നത് മോനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓറഞ്ച് വില ചോദിച്ച് വന്നാണ്. അപ്പോൾ വീണ്ടും ഈ കുട്ടി ചോദിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഓറഞ്ചിന് എത്ര ആവും വില, എന്ന വിലയിൽ മാറ്റം ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ ഈ മുത്തശ്ശിയമ്മ എന്താ പറയുന്നത്, ആ തും ക്യാ കഹനെ ചാഹത്തെ, നീ എന്താ ഈ പറയുന്നത്, മേ സംചി നഹി ബേട്ട, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ലഡ്ക, ദാദി മാം ആജ് മേരെ പാസ് ഏക് ബി ഫ്രാങ്ക് നഹി ഹെ. ഗ്രാൻഡ് മാം, ഐ ഡോണ്ട് ഹാവ് സിംഗിൾ ഫ്രാങ്ക് ടുഡേ. ഇന്ന് എൻ്റെ കയ്യിൽ ഒരു ഫ്രാങ്ക് പോലും ഇല്ല, എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു ഫ്രാങ്ക് പോലും ഇല്ലയെന്ന് ഈ കൊച്ചു പയ്യൻ പറയാണ്. ബുഡിയ, കോയി ബാത്ത് നഹി ബേട്ട, ജബ് ഹോ തബ് ദേ ദേന. ഇറ്റ് ഡസൻറ്റ് മാറ്റർ സാൺ, ഗീവ് ഇറ്റ് വെൻ യു ഹാവ്. എന്താ പറയുന്നത്, കോയി ബാത്ത് നഹി ബേട്ട, അത് പ്രശ്നമില്ല അല്ലേ, അത് കാര്യമാക്കണ്ട, നിനക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നൽകാമെന്ന് ഈ ബുഡിയ പറയും, ഓൾഡ് ലേഡി പറയുകയാണ്. അപ്പോൾ ലഡ്ക പറയും, ആപ്പ് കിത്തനെ അച്ചി ഹേ ദാദി മാം, പഹലെ ഏക്ക് ബാത്ത് ബത്താ ദി. ഹൗ ഗുഡ് ആർ യു ഗ്രാൻഡ് മാ, ഫസ്റ്റ് ടെൽ മീ വൺ തിങ്. അപ്പം ഈ പയ്യൻ വീണ്ടും ചോദിക്കണം, ആ നിങ്ങൾ ഒരു നല്ല മുത്തശ്ശി അമ്മയാണ്, പഹലെ ഏക്ക് ബാത്ത് ബത്താതെ, എനിക്ക് ആദ്യം ഒരു കാര്യം പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ബുഡി ചോദിക്കുകയാണ്, ക്യാ വാട്ട്, നിനക്ക് എന്താ അറിയേണ്ടത്, എന്താ പറയേണ്ടത് ചോദിക്കുക. അപ്പോൾ ലഡ്ക, ഏഹ് ബത്തായി കി മേ ബഡാ ഹോക്കർ കോൻ ബനൂക, ടെൽ മീ ഹൂ വിൽ ഐ ബി വെൻ ഐ ഗ്രോ അപ്പ്. എന്താ ചോദിക്കുന്നത്, ഞാൻ വളർന്നു കഴിഞ്ഞാൽ, വലിയ ആളായി കഴിഞ്ഞാൽ ആരായിത്തീരുന്നാണ് ഈ കുട്ടിയുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനെന്താ ബുഡിയ പറയുന്നത്, തും വഹി കുച്ച് ബനേഗെ ജോ തും പന്നാ ചാഹത്തെ ഹോ, ഭഗവാൻ ഹർ സच्चे बच्चे की इच्छा पूरी कर देता है, वह बड़ा करुणामय है. You will be whoever you want to be. God fulfills the wish of every true child. He is very compassionate. ഈ ഗ്രാൻഡ്മ എന്താ പറയുന്നത്, തും വഹി കുച്ച് ബനേഗ ജോ തും ബന്നാ ചാഹത്തെ ഹെ, നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിനക്കാവാൻ പറ്റും. ഭഗവാൻ ഹർ സच्चे बच्चे की इच्छा पूरी कर देता है. ഗോഡ് എന്ത് ചെയ്യും, എല്ലാ നല്ല കുട്ടികളുടെയും ആഗ്രഹം പൂർത്തീകരിക്കും. വ ബഡ കരുണാമയ, അദ്ദേഹം വളരെ കരുണാമയനാണ്. ആര്, ദൈവം. ലഡ്ക, ദാദി മാം तो फिर मैं चाहता हूँ कि बड़ा होकर एक प्रसिद्ध सैनिक बनूँ, देश के लिए लड़ूँ, देशवासियों के लिए एक उत्तम शासन प्रबंध करूँ. दादी माम तो मुझे आशीर्वाद दे कि मैं फ्रांस का राजा बनूँ. शासन मीन्स റൂള്, പ്രബന്ധ് മാനേജ്മെൻറ്റ്, ആശീർവാദ് ബ്ലെസ്സിങ്, അനുഗ്രഹം, അനുഗ്രഹിക്കുക. ഗ്രാൻഡ് മാം, ദെൻ ഐ വാണ്ട് ടു ഗ്രോ അപ്പ് ടു ബിക്കം എ ഫേമസ് സോൾജർ, ഫൈറ്റ് ഫോർ ദ കൺട്രി, മേക്ക് എ ഗുഡ് ഗവൺമെൻറ്റ്സ് അറേഞ്ച്മെൻറ്റ് ഫോർ ദ കൺട്രിമാൻ. ഗ്രാൻഡ് മാ, ദെൻ ബ്ലെസ് മീ ദാറ്റ് ഐ ബിക്കം ദ കിങ് ഓഫ് ഫ്രാൻസ്. ഈ ബാലൻ എന്താ പറയുന്നത് നോക്കൂ, ദാദി മാം തോ ഫിർ മേ ചാഹത്താ ഹൂം കി ബഡാ ഹോക്കർ ഏക് പ്രസിദ്ധ സൈനിക് ബനും, എനിക്ക് വലുതായി കഴിഞ്ഞാൽ എന്താവാൻ ആഗ്രഹം, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സോൾജർ ആവണം. ദേശ് കെ ലിയെ ലഡും, രാജ്യത്തിന് വേണ്ടി പോരാടണം. ദേശവാസിയോ കെ ലിയെ ഏക് ഉത്തം ശാസൻ പ്രബന്ധ് കരും, അതുപോലെ തന്നെ ദേശവാസികൾക്ക്, രാജ്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഉത്തമമായ ഭരണം നടത്തുകയും വേണം. ദാദി മാം തോ മുझे ആശീർവാദ് ദേ കി മേ ഫ്രാൻസ് കാ രാജാ ബനും, അതുകൊണ്ട് മുത്തശ്ശിയമ്മേ എന്നെ ആശീർവദിച്ചാലും, എന്നെ ബ്ലെസ്സിങ് അനുഗ്രഹിച്ചാലും എന്താണ്, മേ ഫ്രാൻസ് കാ രാജാ ബനും, ഞാൻ ഫ്രാൻസിലെ രാജാവാകുന്നതിന് വേണ്ടി എന്നെ അനുഗ്രഹിച്ചാലും എന്ന് ഈ പയ്യന് മുത്തശ്ശിയുടെ അടുത്ത് പറയണം. അപ്പോൾ എന്താ ഈ ബുഡിയ പറയുന്നത്, ഹാം ബേട്ട തുമാരെ മൻ കി കാമന പൂരി ഹോ, ഭഗവാൻ തുമേ ഫ്രാൻസ് കാ രാജാ ബനായേ. യെസ് സൺ, മേ യുവർ ഹേർട്സ് വിഷ് ബി ഫുൾഫിൽഡ്, ഗോഡ് മേക്ക് യു കിങ് ഓഫ് ഫ്രാൻസ്. ബുഡി എന്താ പറയുന്നത്, ഹാം ബേട്ട, യെസ് സൺ, അല്ലേ, അതേ മോനെ, തുമാരെ മൻ കി കാമന പൂരി ഹോ, നിൻ്റെ മനസ്സിലെ ആഗ്രഹം പൂർത്തീകരിക്കട്ടെ. ഭഗവാൻ തുമേ ഫ്രാൻസ് കാ രാജാ ബനായെ, ഗോഡ് നിന്നെ ഫ്രാൻസിലെ രാജാവാക്കി മാറ്റും. ലഡ്ക, ബഹുത്ത് അച്ചി ഹേ ദാദി മാം, അച്ച, അബ് മുझे 4 संतरे दे दे. It is very good grandma. Okay, now give me 4 oranges. ഈ പയ്യൻ എന്താ പറയുന്നത്, ബഹുത്ത് അച്ചി ഹേ ദാദിമ, നല്ല മുത്തശ്ശി അമ്മയാണ് അല്ലേ. ഓക്കെ, അബ് മുझे 4 संतरे दे दे, എനിക്ക് എന്നാൽ 4 ഓറഞ്ച് തന്നോളും. ബുഡിയ, संतरे चुनकर देते हुए यह लो, ഗിവിങ് എവേ ഓറഞ്ചസ്, ടേക്ക് ദീസ്, ഓറഞ്ച് എടുത്ത് കൊടുക്കും. എന്നിട്ട് എന്താ പറയുന്നത്, യഹ് ലോ ടേക്ക് ദിസ്, ഓറഞ്ച് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് എടുത്ത് കൊടുക്കുകയാണ്. ഈ സാൽ സന്തരി കി ഫസൽ ബഹുത്ത് ഹുയി ഹെ,
ഫസൽ മീൻസ് ക്രോപ്പ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ, ഫസൽ വിളവ്. അപ്പം എന്താ പറയുന്നത്? ദർ വാസ് എ ലോട്ട് ഓഫ് ഓറഞ്ച് ഹാർവെസ്റ്റ് ദിസ് ഇയർ. ഈ വർഷം ധാരാളം ഓറഞ്ച് വിളവ് ഉണ്ടായിട്ടുണ്ടെന്ന് ബുഡിയ പറയാണ്. അപ്പോൾ ലഡ്ക ജാത്തെ ഹുയെ അച്ഛ ദാദിമാം ആപ്ക ധന്യവാദ്. അപ്പോൾ ലഡ്ക വൈൽ ഗോയിങ് ഗുഡ് ഗ്രാൻഡ് മാം താങ്ക് യു എന്ന് പറയണം. ആപ്ക ധന്യവാദ്, താങ്ക് യു. ഇൻ संतरों के दाम मैं बाद में चुका सकूँगा. ഐ വിൽ ബി ഏബിൾ ടു പേ ഫോർ ദീസ് ഓറഞ്ചസ് ലേറ്റർ. എന്താ പറയുന്നത് ഇവനെ? ഞാൻ ഈ ഓറഞ്ചിൻ്റെ വില ഞാൻ പിന്നീട് പേ ചെയ്യാം എന്നാണ് ഈ കുട്ടി പറയുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? മുസ്കുരാക്കർ ചലാ ജാത്താ ഹേ, ഹീ ലീവ്സ് വിത്ത് എ സ്മൈൽ. എന്നിട്ട് അവന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഓറഞ്ചുമായിട്ട് മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് ഈ ഓറഞ്ച് വാങ്ങിയാനോടത് പുഞ്ചിരിച്ചുകൊണ്ട് പോവുകയാണ്. ആജ് ഇത്നാ ഹി ഹേ, ഇസ്കാ ബാക്കി ഭാഗ് അഗല കക്ഷ മേ ദേഖേംഗെ. ആജ് കാ കക്ഷ യഹാം സമാപ്ത് ഹുയി. ധന്യവാദ്.